അതേ, ഇത്രയും നല്ല പടമൊക്കെ വരയ്ക്കുമ്പോ എന്റെ പൊന്നോളൊരു കാര്യം ചെയ്യണം. ഈ പടം വരച്ച് കഴിഞ്ഞിട്ട് ഈ അടിയിലെ ഈ സൈഡിലായിട്ട് മോളുടെ പേര് എഴുതണം. അതായത് മോളൊരു ഒപ്പിട്ട് വെച്ചതുപോലെ. അതെന്തിനാ? അയ്യോ, എന്തിനാന്ന് മക്കളെ, ഒരു പടം വരച്ചാലും ഒരു പാട്ട് എഴുതിയാലും ഒക്കെ ഇത് ആരാ ചെയ്തതെന്നറിയണ്ടേ? നമ്മുടേതാണ് ഇതെന്നുള്ളത് അറിയണ്ടായോ? അല്ലേ? മോളുടെ പ്രയത്നമല്ലേ അത്. അതുകൊണ്ട് ഇത് മോളുടെ പടമാണ്, അല്ലെ മോള് വരച്ച പടമാണെന്ന് അറിയാൻ മോൾ അപ്പൊ തന്നെ പേര് അടിയിൽ എഴുതി കേട്ടോ, ഒരു ഒപ്പ് പോലെ ഇട്ട് വെക്കണം. അതെന്താ അച്ഛമ്മ പറയാൻ കാര്യം എന്നറിയോ? പണ്ട് അച്ഛമ്മ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു കഥയുണ്ട്, പറയട്ടെ? അച്ഛമ്മ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു നല്ല ഡ്രോയിങ് മാസ്റ്റർ ഉണ്ടായിരുന്നു. കാലത്തെ ക്ലാസ്സിലോട്ട് കയറി വരുമ്പോഴേ പറയും, എല്ലാരും ഒരു വെള്ള പേപ്പർ എടുക്കോ എന്ന് പറയും. എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പടമൊക്കെ വരയ്ക്കേ എന്ന് പറയും. എല്ലാവർക്കും ഉത്സാഹം. എല്ലാരും എടുത്ത് വെച്ച് വരച്ച് നല്ല ഭംഗിയായിട്ട്. അപ്പൊ അന്ന് അച്ഛമ്മയ്ക്ക് വരയ്ക്കാൻ വലിയ ഇഷ്ടമാണ്. അച്ഛമ്മ നല്ല ഭംഗിയായിട്ട് പതുക്കെ നല്ലൊക്കെ വരച്ചൊക്കെ എല്ലാം റെഡിയായി. അപ്പൊ അച്ഛമ്മയുടെ തൊട്ട് പുറകിലിരുന്ന കൂട്ടുകാരി പറഞ്ഞു, അയ്യോ സുഹാസിനി, ഞാനൊന്ന് നോക്കട്ടെ, അപ്പഴോ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛമ്മ പിന്നെന്താ കൊടുത്തു. കൊടുത്തപ്പോ ഈ കൂട്ടുകാരി പറഞ്ഞു, ഞാനിതൊന്ന് കൊണ്ടുപോയിട്ട് നാളെ കൊണ്ടു തന്നാ മതിയോ? അച്ഛമ്മോനെ പിന്നെ കൊണ്ടുപോയിക്കോ, നീ കൊണ്ടുപോയിക്കോ, നാളെ കൊണ്ട് നീ സാറിന്റെ അടുത്ത് കൊടുത്താ മതി എന്ന് പറഞ്ഞു. എന്റെ പൊന്നു മക്കളെ, കേക്ക് അവളത് വീട്ടിൽ കൊണ്ടുപോയി തിരിച്ചൊക്കെ കൊണ്ടുവന്നു. പക്ഷെ തിരിച്ചു കൊണ്ടുവന്നത് എങ്ങനെയാണെന്നറിയാവോ? അയ്യോ, നേരെ കൊണ്ടുപോയി സാറിന്റെ കയ്യിലും കൊടുത്തു പടം. എന്നിട്ട് അവള് സാറിനോട് പറഞ്ഞു, സാറേ ഇത് ഞാൻ വരച്ച പടമാ കേട്ടോ. അച്ഛമ്മയുടെ പേരേ പറഞ്ഞില്ല. അച്ഛമ്മയ്ക്ക് വലിയ സങ്കടമായി പോയി. പിന്നെ സങ്കടം വരാതിരിക്കുവോ? അച്ഛമ്മ കഷ്ടപ്പെട്ട് വരച്ച ഒരു പടം. അപ്പൊ അച്ഛമ്മ എന്താ പറയാത്തത് അച്ഛമ്മ വരച്ചതാന്ന്? അതാ മോളെ ഞാനിപ്പോ പറഞ്ഞത്. അച്ഛമ്മ എന്ന് പറഞ്ഞു, സാറേ ഇത് എന്റെ പടവാന്നൊക്കെ പറഞ്ഞെങ്കിലും സാറ് പറഞ്ഞേ, ഈ പടത്തിന്റെ അടിയില് ആ കൊച്ചിന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ? ആ പടത്തിന്റെ അടിയില് അവളുടെ പേര് എഴുതിയതുപോലെ ഒപ്പങ്ങിട്ടൊക്കെ വെച്ചു. ഈ പടം വരച്ചത് ആ കുട്ടിയല്ലേ, അതുകൊണ്ടല്ലേ ആ കുട്ടിയുടെ പേരല്ലേ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ അത് നിങ്ങളുടെ പടമാകും എന്ന് ചോദിച്ചു. അച്ഛമ്മ ഒന്നും മിണ്ടിയിൽ ഒരുപാട് അങ്ങ് വിഷം വെച്ചു. അങ്ങനെ കൊണ്ടുപോയി അവളുടെ പടവാദം പറഞ്ഞു കൊടുത്തു സാറിന്റെ കയ്യില്. അച്ഛമ്മ വെറുതെ വരച്ചു, കഷ്ടപ്പെട്ടത് വെച്ചു. അതാ അച്ഛമ്മ പറഞ്ഞത്, എന്റെ പൊന്നോളിനി ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങളെയും പാടിയില് നല്ല ഭംഗിയായിട്ട് പേര് എഴുതി ഒരു ഒപ്പ് പോലെ നല്ല ഭംഗിയായിട്ടൊരു ഒപ്പ് അങ്ങോട്ട് വെക്കണം കേട്ടോ. ഇതാണോ ഒപ്പ്? ഒരുമാതിരി കല കൊല കല കൊല കൊല എന്നില്ല കോഴി ചോറ് കിണ്ടിയത് പോലെ ഉണ്ടല്ലോ. കൊള്ളൂലേ? ഇങ്ങനെ വേണം, നല്ല നല്ല സ്റ്റൈലിന് ഒപ്പിടണം മക്കളെ. ഇതിപ്പോ നിന്റെ അച്ഛന്റെ ഒപ്പ് പോലെ ആയിപ്പോയി. അച്ഛന്റെ ഒപ്പ് സൂപ്പറാ. അതെ അതെ, സൂപ്പറാ, അമ്പും മില്ലും പോലെ. എന്നിട്ട് പോരാഞ്ഞിട്ട് നടുക്കൊണ്ടൊരു വെട്ടും. അത് അച്ഛമ്മയ്ക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാ. ഈ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ഓഹോ. ഇപ്പം ഞാൻ അച്ഛന്റെ ഫോണില് കുറച്ചു ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടു. നമ്മള് ഒരാളുടെ പേരില് എത്ര ഒപ്പ് വേണോ ഇടാം. എന്റെ മക്കളെ, നീ എന്തുവാ ഈ പറയുന്നത്? ഒരാളുടെ പേരിൽ എങ്ങനെ എത്ര ഒപ്പ് വേണമെങ്കിലും ഇടുന്നത്? അച്ഛമ്മ അതാണ് എക്സാമ്പിൾ. ഇപ്പൊ അച്ഛമ്മയുടെ പേര് സുഹാസിനി ചന്ദ്രഹാസൻ എന്നല്ലേ? അതെ. അതിൽ നമുക്ക് എങ്ങനെ വേണം ഒപ്പിടാം. ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ഈ പേജിൽ കാണിച്ചുതരാം. സുഹാസിനി ചന്ദ്രഹാസൻ. ഞാൻ സുഹാസിനി ചന്ദ്രഹാസൻ തന്നെ കാണിച്ചുതരാം. കണ്ടോ? ഇങ്ങനെ ഇടാം. ഇപ്പൊ വേണമെങ്കിൽ അച്ഛൻ വന്നിട്ട് നോക്കിയേ. പേര് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ വളച്ചു. മനസ്സിലായി. അച്ഛൻ വന്നിട്ട് നോക്കിയേ. കുറച്ചുകൂടെ സ്റ്റൈലിടട്ടെ അച്ഛമ്മ. എന്നാലും സുഹാസിനി ചന്ദ്ര അങ്ങനെ. അത് ശരി. ഇന്ന് PK ഇൻഡസ്ട്രീസിനെ ചെക്ക് കൊടുക്കേണ്ട ദിവസമാണ്. ഒരു ഒപ്പ് വേണം. ഉണ്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.